അപ്പോൾ ഗായ്സ്, ഇന്നത്തെ വീഡിയോ ഞാൻ എയർപോർട്ടിൻ്റെ പുറത്തേക്ക് ഇതുവരെ പോയിട്ടുള്ളൂ. ഏട്ടനെയും എൻ്റെ ആങ്ങളമാരെയൊക്കെ കൊണ്ടുവരാൻ അങ്ങനെയൊക്കെ. ഇന്ന് ഞാൻ എയർപോർട്ടിൻ്റെ ഉള്ളിൽ അങ്ങനെ നമ്മൾ ആ ഒരു ബോർഡിംഗ് പാസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കാത്തിരിക്കട്ടോ ഫ്ലൈറ്റ് കയറാൻ വേണ്ടിയിട്ട്. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ ഫ്ലൈറ്റ് കയറുന്നത്. ഏട്ടൻ്റെ അടുത്തേക്ക് പോവാണ്. ഏട്ടൻ ഖത്തറിൽ ദോഹയിലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്രൂ മെമ്പേഴ്സൊക്കെ അങ്ങനെ വന്നിട്ട് അവർ ഫ്ലൈറ്റിലേക്ക് പോകുന്നുണ്ട്. ഏകദേശം ഫ്ലൈറ്റ് കയറേണ്ട ആ ഒരു ടൈമായിട്ടോ രാവിലെ 9:10 ഇത് മെയ് 4 കേട്ടോ ഞാൻ പോണത്. എൻ്റെ ലൈഫിൽ ഞാൻ പറഞ്ഞില്ലേ ആദ്യമായിട്ടാണ് ഞാൻ ഫ്ലൈറ്റ് കയറാൻ പോണത്. അതിൻ്റെ ടെൻഷനും എക്സൈറ്റ്മെൻറ്റും എന്തൊക്കെ ഉണ്ടാവുക അങ്ങനെ എല്ലാം ഉണ്ട്. അപ്പോൾ ഞാൻ ഇതുവരെ എയർപോർട്ടിൻ്റെ പുറത്തേക്ക് ഏട്ടനെ കൊണ്ടുവരാനും കൊണ്ടാക്കാനും അങ്ങനെ ഏട്ടനെ അനിയനൊക്കെ കൊണ്ടാക്കാനും അങ്ങനെയൊക്കെ പോയിട്ടുള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് അതിൻ്റെ ഉള്ളിൽ കയറി എമിഗ്രേഷനും ബോർഡിംഗ് പാസ് എടുക്കലും എല്ലാം കഴിഞ്ഞു. നമ്മൾ വെയിറ്റ് ചെയ്തു. കുറേ കഴിഞ്ഞ് അതിൻ്റെ ഫ്ലൈറ്റിൻ്റെ ടൈമായപ്പോൾ നമ്മളൊക്കെ അങ്ങനെ ഫ്ലൈറ്റിലേക്ക് കൊണ്ടുപോകണം കേട്ടോ. അപ്പോൾ അങ്ങനെ പോണ വഴിക്കാണ് കുറച്ച് നമ്മുടെ നാടിനെ അനുസ്മരിപ്പിക്കുന്ന ചുമർ ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. അതൊക്കെ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അവിടെ അങ്ങനെ നിൽക്കുന്നുണ്ട് ഗൈസ്, എയർ ഇന്ത്യ എക്സ്പ്രസ്. ആ ഒരു തല കാണുന്നുണ്ടോ? അതാണ് ഞാൻ കയറാൻ പോകുന്ന ഫ്ലൈറ്റ്. അതിൻ്റെ അപ്പുറത്ത് വേറൊരു എയർ ഇന്ത്യയും കൂടി ഉണ്ട്. എന്തായാലും ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണെന്നും എനിക്ക് പേടിയുണ്ട്. കാരണം ഇത് പൊന്തുമ്പോൾ ഛർദ്ദിക്കും അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ വെൽക്കം ചെയ്യുകയൊക്കെ ചെയ്തു കേട്ടോ അവർ. അത് കഴിഞ്ഞ് ഉള്ളിലേക്ക് ഇനി സീറ്റ് തിരയാന്നുള്ളൊരു ഇതാണ്. എൻ്റെ കൂടെ ഞങ്ങൾ അറിയുന്ന ആരുമില്ല, ഞാൻ തനിച്ച് തന്നെയാണ് പോണത്. അതിൻ്റെ ഒരു ടെൻഷനൊക്കെ എനിക്കുണ്ട്. എങ്ങനെയാണ് വേണേൽ സീറ്റ് കണ്ടുപിടിക്കുക അങ്ങനെയൊക്കെ. പിന്നെ അങ്ങനെ ഏകദേശം നമുക്ക് മനസ്സിലാവുമല്ലോ ടിക്കറ്റും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ. അങ്ങനെ സീറ്റൊക്കെ കിട്ടി. അപ്പോൾ ആദ്യമൊക്കെ ഞാനിങ്ങനെ കുറേ എങ്ങനെയാണത് തിരയാന്ന് വിചാരിച്ചു. പിന്നെ അങ്ങനെ നോക്കുമ്പോൾ ആ ഒരു സീറ്റിൻ്റെ ഭാഗത്ത് കൂടെ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തിരഞ്ഞിങ്ങനെ പോയി ഞാൻ എൻ്റെ സീറ്റൊക്കെ കണ്ടുപിടിച്ചു ഇരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് കിട്ടിയത് വിൻഡോ സീറ്റ് തന്നെ ആയിരുന്നു. ഞാൻ ആഗ്രഹിച്ചതും അത് തന്നെയാണ്. എനിക്ക് വിൻഡോ സീറ്റ് കിട്ടണം, പുറത്തെ കാഴ്ചകളൊക്കെ കാണണം. നമ്മൾ ആദ്യമായിട്ട് കയറുമ്പോൾ ആ ഒരു എല്ലാവരുടെയും ആഗ്രഹമാണല്ലോ അത്, വിൻഡോ സീറ്റ് കിട്ടണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ആദ്യം ഞാൻ അവിടെ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് സൈഡ് സീറ്റ് എന്നാണ് പറഞ്ഞത്, ബോർഡിംഗ് പാസ് കിട്ടുന്ന അവിടുന്ന്. ഇനി സീറ്റ് തെറ്റിയതാണോ എന്താ അറിയില്ല. എൻ്റെ തൊട്ടടുത്തിരുന്ന കുട്ടിയും ആദ്യമായിട്ട് ഇതേപോലെ പോകുന്ന ആളാണ്. എൻ്റെ അറ്റത്തിരുന്നാർന്ന അതുകൊണ്ട് അത് എന്തായാലും ഇങ്ങനെ 3 സീറ്റും DEF അങ്ങനെ ആയിരുന്നു. അപ്പോൾ DE അറ്റത്ത് തുടങ്ങി അറ്റം വരെ F ആണോന്ന് എനിക്കറിയില്ല. എന്തായാലും എന്നോട് ഇതാണ് സീറ്റ്, ഇരുന്നോളാൻ പറഞ്ഞു. ഞാനവിടെ ഇരുന്നു. കാരണം നമ്മളെ കൂടെ ഉള്ള ആൾക്കാർ കൂടെ പറഞ്ഞാൽ ആ ഒരു സീറ്റിലിരിക്കുന്ന അവർ അവിടെ അങ്ങനെ നോക്കി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ സീറ്റിലൊക്കെ ഇരുന്നു. എനിക്ക് ഭയങ്കര ഹാപ്പിയായി. ഞാൻ ഇരുന്നിട്ട് ഏട്ടനെയും അതുപോലെ തന്നെ അമ്മേനെയും കുട്ടികളെയും നാട്ടിലേക്കൊക്കെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ സീറ്റിംഗ് ആയി എന്ന് പറഞ്ഞു. പിന്നെ നമ്മളെ വിളിച്ചാൽ കിട്ടില്ലല്ലോ. അപ്പോൾ വിൻഡോ സീറ്റും കൂടി കിട്ടിയതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടി സന്തോഷമായി. കാരണം എല്ലാ കാഴ്ചകളും ഇങ്ങനെ നമുക്ക് നേരിട്ട് കാണാമല്ലോ എന്നുള്ള ഒരു സന്തോഷം. അപ്പോൾ കണ്ണനെയും അമ്മൂനെയൊക്കെ വിളിച്ച് പറഞ്ഞപ്പോൾ അവരും പറഞ്ഞു അമ്മയ്ക്ക് അതന്നെ കിട്ടിയല്ലോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എന്താണ്ട് ഗൈസ്, നമ്മളെ കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും ഞാൻ എൻ്റെ ആദ്യ വിമാനയാത്ര ആരംഭിക്കാൻ പോകട്ടെ. ഞാൻ ഇതുവരെ ഒറ്റയ്ക്ക് ട്രെയിനിൽ പോയിട്ടില്ല. ഒറ്റയ്ക്ക് പറഞ്ഞാൽ കുട്ടികളെ കൂട്ടിയിട്ട് അമ്മൂന് വേണ്ടിയിട്ട് എറണാകുളം അങ്ങനെയൊക്കെ ട്രെയിനിൽ പോയിട്ടുണ്ടെന്നല്ലാണ്ട് നമ്മൾ അങ്ങനെ യാത്ര ചെയ്തിട്ടില്ല. ആദ്യമായിട്ടാണ് ഫ്ലൈറ്റിലും ഒക്കെ. എന്തായാലും നമ്മൾ 9:10 നമുക്ക് ഫ്ലൈറ്റ് അവിടുന്ന് 5 മണിക്കൂർ 40 മിനിറ്റും ആണ് ഫ്ലൈറ്റിൽ കാണുന്നത്. ലാൻഡ് ചെയ്യാൻ വേറെ എവിടെയും ഇതൊന്നുമില്ല. സാധാരണ ഡയറക്റ്റ് ഫ്ലൈറ്റ് 4 മണിക്കൂറും 40 മിനിറ്റ് അങ്ങനെയൊക്കെയാണ്. ഇത് ഇനിയിപ്പോൾ റൂട്ട് ചേഞ്ച് ചെയ്ത് പോവാണ് എന്താണെന്ന് അറിയില്ല. എന്തായാലും 1 മണിക്കൂർ അധികമാണ് കേട്ടോ. അപ്പോൾ പുറത്തെ കാഴ്ചകളൊക്കെ അങ്ങനെ കണ്ടിരിക്കേണ്ട ഉള്ളിൽ അവർ നമുക്ക് തരേണ്ട ഇൻസ്ട്രക്ഷൻസൊക്കെ തരുന്നുണ്ട്. മറ്റേ സീറ്റ് ബെൽറ്റ് ഇടേണ്ടതും അങ്ങനെ ഓരോ കുറേ കാര്യങ്ങൾ, ലൈഫ് ജാക്കറ്റ് ഇടേണ്ട കാര്യങ്ങൾ, അത് എടുക്കേണ്ടത് എന്താ ചെയ്യേണ്ടതെന്നൊക്കെ അങ്ങനെ അവിടെ കാണിക്കുന്നുണ്ട്. എന്തായാലും അതിലൊന്നല്ലായിരുന്നു ശ്രദ്ധ മുഴുവൻ പുറത്തായിരുന്നു. പുറത്തെ കാഴ്ചകൾ കാണുക. ഇത് പൊന്തുമ്പോൾ എന്തുണ്ടാവും, ഭയങ്കര സ്പീഡിൽ ആദ്യം കുറച്ച് മെല്ലൊക്കെ പോയിട്ട് പിന്നെ സ്പീഡിൽ മേലേക്ക് പൊന്തും. അപ്പോൾ ഛർദ്ദിക്കാൻ വരും, ചെവി അടയും, അങ്ങനെയൊക്കെ ഉള്ളൊരു അനുഭവം അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റേതായ കുറേ ടെൻഷൻസ് എനിക്കുണ്ട്. എന്താ ഉണ്ടാവുകയെന്ന് അറിയില്ലല്ലോ. ഛർദ്ദിക്കുകയൊക്കെ ചെയ്ത് ആകെ കൊളായില്ലേക്കും, നമ്മുടെ കൂടെ ആരുമില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ടെൻഷൻ എനിക്കുണ്ട്. എന്നാൽ ഇതിൽ കയറിയതിൻ്റെ ഒരു സന്തോഷമുണ്ട്. എന്തായാലും അവിടെ പോയി ഇറങ്ങിയാലാണ് ഇനി സമാധാനമാവുള്ളൂ. അപ്പോൾ പറഞ്ഞ കറക്റ്റ് ടൈമിന് നമ്മൾ ഫ്ലൈറ്റ് എടുത്തു കേട്ടോ. ആദ്യം റൺവേ കൂടെ അങ്ങനെ മെല്ലെ സ്ലോയിൽ പോയി. പിന്നെ ഞങ്ങനെ പേടിച്ചിരിക്കുകയായിരുന്നു, എന്താ ഉണ്ടാവുക, ഭയങ്കര സ്പീഡിൽ ഇങ്ങനെ ഉയർന്നു പൊന്തുമ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു ഇത് തോന്നും അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നു. ആദ്യമൊക്കെ റൺവേ കൂടെ ഇങ്ങനെ പോകുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ഒരു നീളം അങ്ങോട്ട് പോയി തിരിച്ച് വന്നിട്ട് പിന്നെ ഭയങ്കര സ്പീഡിൽ അങ്ങോട്ട്
പോയിട്ട് അങ്ങോട്ട് പൊന്താണ് കേട്ടോ ചെയ്തത്. അപ്പോൾ എന്തായാലും ഞാനിങ്ങനെ എല്ലാം അങ്ങനെ കണ്ട് ആസ്വദിച്ചിരിക്കുകയാണ്. കാണാൻ നല്ല ഭംഗിയുണ്ട് നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ. എന്തായാലും ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെയാണിത്. എപ്പോഴും പോയി വരുന്നവർക്ക് ഇതൊന്നൊരു പ്രശ്നം ഉണ്ടായില്ല. പക്ഷെ ആദ്യമായിട്ട് നമ്മൾ ഇതിലിങ്ങനെ ഒരു നമ്മളെ ഈ ഒരു യാത്ര, അതും വേറെ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ നമ്മളെ കൂടെ ഇല്ല അതും കൂടി പറയുമ്പോൾ അതിൻ്റെ ഒരു ഇത് വേറെ തന്നെയാണ്. അപ്പോൾ എന്തായാലും നമ്മളെ ഫ്ലൈറ്റ് പറക്കാനുള്ള പോക്കാണ് പോണത്. ഭയങ്കര സ്പീഡിൽ പോണുണ്ട്. അങ്ങനെ നമ്മൾ ആ റൺവേ നമ്മൾ ആദ്യം നിർത്തിയിരുന്ന സ്ഥലവും അവിടെ കുറേ നിർത്തിയിട്ടിരുന്ന ഫ്ലൈറ്റും കാര്യങ്ങളൊക്കെ അങ്ങനെ കാണാണ്ട് കേട്ടോ. അയ്യോ, ഇനിയിപ്പോൾ ഇതാ നല്ല ഉയർന്ന് പൊന്തൽ തുടങ്ങി. സീറ്റ് ബെൽറ്റൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. പക്ഷേ എനിക്ക് അങ്ങനെ കാര്യമായിട്ട് വലിയ പ്രശ്നമൊന്നും തോന്നണില്ല. ആദ്യം ഉണ്ടായിരുന്ന ഒരു ഭയം അങ്ങനെ ഒന്നും എനിക്ക് തോന്നിയില്ല. പൊന്തുമ്പോൾ സാധാരണ ഒരു ചെറിയൊരു ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ആ ഫ്ലൈറ്റൊക്കെ ഇങ്ങനെ പൊന്തി തുടങ്ങി ഗൈസ്. അപ്പോൾ ഞാൻ എന്താ പറയുക, എനിക്ക് ഭയങ്കര നല്ലൊരു അനുഭവമായിരുന്നു. ഭയങ്കര ഹാപ്പിയാണ് ഞാനിത് മാർച്ച് 4-ാം തീയതി പോവായിരുന്നതാണ് കേട്ടോ. അത് ഇപ്പോൾ യുദ്ധം കാര്യങ്ങളൊക്കെ ആയിട്ട് ഫ്ലൈറ്റുകളൊക്കെ ക്യാൻസലായതുകൊണ്ട് തന്നെ മാർച്ച് എന്നുള്ളത് മെയ് 4 എങ്ങനെ 4 വന്നതെന്ന് വെച്ചാൽ അറിയില്ല. എന്തായാലും 4 ഞങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ കടന്ന് കറങ്ങി കളിക്കുന്ന നല്ലൊരു ദിവസമാണ്. എല്ലാ കാര്യങ്ങളും നമുക്ക് 4-ലാണ് അല്ലെങ്കിൽ 14-ലോ ഒക്കെയാണ് വന്ന് നിൽക്കാറ്. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റൊക്കെ പൊന്തി മേലെ മേഘങ്ങളുടെ മുകളിൽ ഇങ്ങനെ മേഘങ്ങളിലൊക്കെ ഇങ്ങനെ തൊട്ട് പോരാൻ തുടങ്ങി. അപ്പോൾ താഴെ നമുക്കിങ്ങനെ ചെറിയ രീതിയിൽ കുറച്ച് സ്ഥലങ്ങളും കടലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് കാണാം കേട്ടോ. നല്ല രസമായിട്ട് തോന്നി. നല്ല രസമാണ് നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ. ഭയങ്കര സന്തോഷമാണ് ഉള്ളിൽ. ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഒന്ന് ആഗ്രഹിച്ചു പോവും. അപ്പോൾ എന്തായാലും കുറേ കഴിഞ്ഞപ്പോൾ നമ്മൾ ആ ഫ്ലൈറ്റ് താഴേക്ക് നോക്കുമ്പോൾ നിറയെ മേഘക്കട്ടകളും മുകളിൽ ഇങ്ങനെ തെളിഞ്ഞ ആകാശം സൂര്യനൊക്കെ ആയിട്ട് കാണാൻ നല്ല രസമാണ് കേട്ടോ. വല്ലാത്തൊരു അനുഭവമായിട്ട് എനിക്ക് തോന്നി. ആദ്യമായിട്ട് ഉള്ളതുകൊണ്ടായിരിക്കാം. എന്തായാലും അടിപൊളിയായിരുന്നു. അങ്ങനെ ഞാൻ കുറേ കഴിഞ്ഞപ്പോൾ ഞാനിരുന്ന് ഉറങ്ങി. പിന്നെ കുറേ കഴിഞ്ഞ് അപ്പോൾ ഉണർന്നു. ഇത് എത്രയായാലും നമുക്ക് ഈ സമയം പോകുന്നില്ല. എത്തണില്ല എന്നങ്ങനെ തോന്നുക. പിന്നെ അങ്ങനെ പുറത്തേക്ക് അതിൻ്റെ കൂടെ നോക്കുമ്പോൾ ഇത് അവിടെ തന്നെ നിൽക്കുകയാണോ, നീങ്ങണില്ലേ, അങ്ങനെയൊക്കെ ഇങ്ങനെ തോന്നി. താഴെ ഇത് ഭൂമിയാണോ അതേപോലെ കടലാണോ എന്താണെന്നൊന്നും അറിയുന്നില്ല. അത് കുറച്ച് ഭാഗം കാണുമ്പോൾ ഭൂമിയും കടലും ഉള്ള പോലെ അങ്ങനെ ഉണ്ട്. എന്തായാലും നല്ല രസമാണ് കേട്ടോ. ഞാൻ സൂം ചെയ്തെടുത്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. ഇനി വെള്ളം തന്നെ ആണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഏകദേശം ഞങ്ങളവിടെ എത്താറായിരുന്നു. കുറച്ച് സമയം നേരത്തെ 10-15 മിനിറ്റ് നേരത്തെ അവിടെ ഇറങ്ങിയെന്നാണ് എനിക്ക് തോന്നുന്നത്. 5 മണിക്കൂർ 40 മിനിറ്റ് എന്നാണ് പറഞ്ഞത്. അതിൻ്റെ മുന്നേയൊക്കെ അങ്ങനെ അവിടെ എത്തിയിട്ടോ. അപ്പോൾ നമ്മൾ ഖത്തറിൽ എത്തി ഗൈസ്. ദോഹയിലെ അഹമ്മദ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ അങ്ങനെ ലാൻഡ് ചെയ്തു. ഇപ്പോൾ എനിക്ക് സമാധാനമായിട്ടോ. ഞാൻ നാട്ടിലധികം ആരോടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇപ്പോഴത്തെ പ്രശ്നം, ഞാൻ വരുമ്പോഴും യുദ്ധം ഇന്ന് തുടങ്ങും നാളെ തുടങ്ങും വീണ്ടും തുടങ്ങും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു അവസ്ഥയിലായിരുന്നു. ഇത് ക്യാൻസലാവുമോ വരുമോ ഒന്നും ഉറപ്പില്ലല്ലോ. അപ്പോൾ എല്ലാം ഉറപ്പായിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് എന്തായാലും നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുത്തെ ചെക്കിങ്ങും എമിഗ്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനും കൂടി ഉണ്ട്. വായ തുറന്നാൽ മലയാളം മാത്രമല്ലാണ്ട് വേറെ ഭാഷകളൊന്നും സംസാരിച്ചായിട്ടോ വേറെ നാട്ടിലേക്കൊന്നും പോയതായിട്ടുള്ള എക്സ്പീരിയൻസ് ഒന്നും ഇല്ലല്ലോ. എന്തായാലും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഒരു പ്രശ്നമില്ലാതെ അവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഈ ഒരു എയർപോർട്ടിൽ നിന്ന് പുറത്ത് കിടക്കുക എന്നുള്ളൊരു കാര്യം കൂടിയാണ്. അപ്പോൾ എന്തായാലും എൻ്റെ ഒരു സ്വപ്നം, കുറേ കാലങ്ങളായി കല്യാണം കഴിഞ്ഞ കാലത്ത് തന്നെ എൻ്റെ ബ്രദർ ദാസേട്ടനോട് ചോദിച്ചാണ് എന്നെയും കൊണ്ടുപോകുന്നുള്ളത്. അന്നൊക്കെ ഏട്ടനോരോ കമ്പനികളിൽ വർക്ക് ചെയ്തായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഫാമിലി വിസയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ചെറിയ കുട്ടികളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ മക്കളൊക്കെ വലിയ കുട്ടികളായി. കണ്ണൻ്റെ +2 കഴിഞ്ഞു, അമ്മു ഡിഗ്രി കഴിഞ്ഞിട്ട് 2 വർഷമായി. അപ്പോൾ എന്തായാലും ഗൈസ് ഞാനിവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ വന്ന ഫ്ലൈറ്റിലെ ലഗേജുകളാണ് കേട്ടോ ഈ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. വന്നിട്ട് അവർ ഓരോ വണ്ടിയിലേക്ക് കയറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അതൊക്കെ നോക്കി പിന്നെ അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് പുറത്തിറങ്ങി. കുറേ ഖത്തർ എയർവേസിൻ്റെ ഫ്ലൈറ്റും കുറേ ഫ്ലൈറ്റുകൾ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ കുറേ അതിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ചിങ്ങനെ നടന്ന് പുറത്തേക്ക് കുറേ ദൂരം വന്നപ്പോഴാണ് ഈ ഒരു എസ്കലേറ്റർ ഇവിടെ താഴേക്കൊക്കെ ഇറങ്ങി കുറച്ചങ്ങോട്ട് പോയപ്പോഴാണ് നമ്മളെ ഇമിഗ്രേഷൻ സെക്ഷൻ.
അപ്പോൾ ഫസ്റ്റ് പാസ്പോർട്ടിൽ ഫസ്റ്റ് ഇതാവുകൊണ്ട് നമുക്ക് ഓൺലൈനായിട്ട് നേരിട്ട് പോയിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടെ പോയി നമ്മുടെ കണ്ണും കയ്യും ഒക്കെ വെച്ച് ഒക്കെ റെഡിയാക്കി. എമിഗ്രേഷൻ അത്ര ഉണ്ടായിരുന്നുള്ളൂ, ഈസി ആയിരുന്നു. അതേപോലെ തന്നെ ബാഗ് വരാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. ബാഗ് എടുത്ത് പുറത്തിറങ്ങിയപ്പോഴേക്കും ദാസേട്ടൻ എന്നെ വെയിറ്റ് ചെയ്ത് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ മറ്റൊരു രാജ്യത്തേക്ക് ഞാൻ ഇറങ്ങി ഗൈസ്. അപ്പോൾ അങ്ങനെ ദാസേട്ടന് വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് പോവുകയാണ് ഞങ്ങൾ. എന്തായാലും പുറത്തിറങ്ങിയപ്പോൾ ഭയങ്കര ചൂട്, ഉച്ച സമയമായിരുന്നു. നല്ല ഏകദേശം ഇവിടെ എത്തിയപ്പോൾ ഒരു 2 മണി, ഇവിടുത്തെ 2 മണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ അത് അല്ല, ഇവിടുത്തെ 12:30 അങ്ങനെ എന്തോ ആണ് സമയം. എന്തായാലും ഉച്ചയാണ്. എനിക്ക് അത്ര ടൈം ഇങ്ങനെ കറക്റ്റായിട്ടില്ല. അപ്പോൾ ഇവിടെ വന്നു, ഞങ്ങൾ വണ്ടിയിലൊക്കെ കയറി. നാട്ടിലേക്കൊക്കെ വിളിച്ച് പറഞ്ഞു ഇവിടെ എത്തിയെന്ന് പറഞ്ഞിട്ട് ഞാൻ അമ്മേനെയും ഒക്കെ വിളിക്കാൻ ഇറങ്ങി. തന്നെ അമ്മ ഞങ്ങൾ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു, ഏട്ടൻ്റെ ഫോണിലേക്ക് ഞാൻ എത്തിയെന്ന് അറിയാൻ വേണ്ടിയിട്ട്. കറക്റ്റായിട്ട് ഞാൻ പുറത്തിറങ്ങിയപ്പോൾ വിളിച്ചു. നല്ല ചൂടാണ് ഗൈസ്, ഇവിടെ ഭയങ്കര ചൂടാണ്, ഒരു ആവിയുള്ള ചൂട്. അപ്പോൾ നമ്മൾ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ. പിന്നെ വണ്ടിയിലൊക്കെ തന്നെ AC ഇട്ട് അങ്ങനെ റൂമിൽ AC ആയതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷെ പുറത്തിറങ്ങിയ പോയി ഏട്ടനെ നല്ലപോലെ ചൂട് ബാധിച്ചിരുന്നു. ഏട്ടനെ ഇലക്ട്രീഷ്യനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുറത്ത് കൂടെ ഇങ്ങനെ വർക്കാണല്ലോ. അപ്പോൾ ഏട്ടനെ ആ ഒരു ഇത് നല്ലപോലെ ബാധിച്ച് നല്ല ക്ഷീണമൊക്കെ തോന്നി എനിക്ക് ഏട്ടനെ കണ്ടപ്പോൾ. പിന്നെ നമ്മൾ ഈ ഭാഗത്ത് റോഡ്, ഈ ഒരു സ്ഥലം റോഡ് ഒന്നും പറയാതിരിക്കാൻ പറ്റില്ല, അത്രയും ഭംഗി. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഓരോ സ്ഥലം കാണുമ്പോൾ എനിക്ക് അത്ഭുതമായിരുന്നു. കാരണം ഞാൻ വേറെ രാജ്യത്തൊന്നും പോയിട്ടില്ല, അതുകൊണ്ടായിരിക്കാം. നമ്മൾ ആദ്യമായിട്ട് ഇന്ത്യ വിട്ടിട്ട് വേറൊരു രാജ്യത്തേക്ക്, അല്ലെങ്കിൽ കേരളം വിട്ടിട്ട്, അല്ലെങ്കിൽ പാലക്കാട് ജില്ല വിട്ടിട്ട് നമ്മൾ വേറൊരു രാജ്യത്തേക്ക് വരുന്ന ആദ്യമായിട്ടാണല്ലോ. വല്ല അമ്പല കാര്യങ്ങളോ അങ്ങനെയൊക്കെ അവിടെയും ഇവിടെയൊക്കെ പോയിട്ടുണ്ട് എന്നല്ലാണ്ട്. പിന്നെ ബാംഗ്ലൂരിൽ നിന്ന് ഏട്ടൻ്റെ അനിയത്തിയുടെ അടുത്തേക്ക് പോയിട്ടുണ്ട്. വേറെ അങ്ങനെ കൂടുതൽ എവിടെയും കറങ്ങിയിട്ടില്ല, നമ്മുടെ നാട്ടിൽ തന്നെ. അപ്പോൾ എന്തായാലും ഇവിടുത്തെ റോഡുകൾ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. എവിടെ നോക്കിയാലും റോഡ് വളഞ്ഞും തിരിഞ്ഞും എവിടെ എല്ലായിടും റോഡാണ് നിരന്ന് പരന്ന് കിടക്കുന്നത്. പക്ഷെ ആ റോഡുകളൊക്കെ ഭയങ്കര വൃത്തിയാണ് കേട്ടോ, നീറ്റാണ്. എല്ലായിടും കാണാൻ തന്നെ ഭയങ്കര അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും നമ്മളിങ്ങനെ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ച് ദൂരം, ഏട്ടൻ്റെ റൂമിൽ നിന്ന് ഒരു 15 മിനിറ്റൊക്കെയാണ്. ഞാൻ ഇവിടെ ഇറങ്ങിയിട്ട് ഏട്ടനെ വിളിച്ചു. കാരണം നമുക്ക് അവിടുന്ന് കയറുമ്പോൾ തന്നെ, കരിപ്പൂരിൽ നിന്ന് കയറുമ്പോൾ തന്നെ നമുക്ക് സിമ്മ് തരുന്നുണ്ട്, വോഡഫോണിൻ്റെ സിമ്മ്, ഖത്തറിലത്തെ സിമ്മ് തരുന്നുണ്ട്. ഇവിടെ എത്തിയപ്പോൾ അത് ആക്റ്റീവായി. അങ്ങനെ ഏട്ടനെ ഞാൻ വിളിച്ചു, ഞാൻ ഇവിടെ എത്തി പറഞ്ഞിട്ട് ഏട്ടൻ 15 മിനിറ്റ് കൊണ്ട് ഇവിടെ എത്തിയിട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ടൗണ് റോഡ് ആ ഭാഗത്തു നിന്നൊക്കെ വന്നിട്ട് ഏകദേശം ഒരു റെസിഡൻഷ്യൽ ഏരിയയിലേക്കാണ് ഇത്. അപ്പോൾ അവിടേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഏട്ടൻ്റെ റൂം പറഞ്ഞാൽ എയർപോർട്ടിൽ നിന്ന് 10-15 മിനിറ്റ് കൊണ്ട് അവിടെ എത്താവുന്നേ ഉള്ളൂ. എന്തായാലും ഇവിടുത്തെ ബിൽഡിങ്ങുകളൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഓരോ പ്രത്യേകത. നമ്മുടെ നാട്ടിലത്തെ പോലെ നല്ല ഭയങ്കര ഭംഗിയിൽ ഓരോ തരം ഓരോ രീതിക്ക് കെട്ടിയ ബിൽഡിങ്ങുകൾ. എന്തായാലും കാണാൻ നല്ല രസമുണ്ട്. പിന്നെ റോഡ് പണി ആയതുകൊണ്ട് അവിടെ നമ്മളെയും ബ്ലോക്ക് ചെയ്ത് അങ്ങനെ ബ്ലോക്കാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഈ ഉള്ള ഏരിയയിലേക്കാണ് ഇപ്പോൾ റോഡ് പണിയും പിന്നെ ഡ്രെയിനേജിൻ്റെ പണി അങ്ങനെയൊക്കെ തോന്നുന്നു. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഏകദേശം ഇതാ കാണുന്നതൊക്കെയാണ് ഇവിടുത്തെ കടകൾ, സൂക്ക് എന്നൊക്കെ പറയുന്നത്. ഏട്ടൻ എപ്പോൾ വിളിച്ചാലും സൂക്കിലാണ് പറയും. കാരണം അവിടെ ഇലക്ട്രിക്കിൻ്റെ ഷോപ്പൊക്കെ ഉണ്ട്. ആ ഷോപ്പിൽ തന്നെ പണികളൊക്കെ എടുത്ത് ചെയ്യാണ് ഏട്ടൻ്റെ പണി. അപ്പോൾ അതുകൊണ്ട് എപ്പോൾ വിളിക്കുമ്പോൾ ഏട്ടൻ അവിടേക്ക് പോകും. അപ്പോൾ അതൊക്കെ എനിക്ക് കാണിച്ചു തന്നു. അവിടുന്ന് കുറച്ചും കൂടെ മുന്നേക്ക് പോയാൽ ഏട്ടൻ താമസിക്കുന്ന ആ ഒരു ഏരിയയിലേക്ക് എത്തും കേട്ടോ. അപ്പോൾ ഉച്ച സമയമായതുകൊണ്ട് തന്നെ ചോറുണ്ണേണ്ട നേരമാണ്. പിന്നെ ഞാനാണെങ്കിൽ അവിടുന്ന് രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല, വെള്ളം അങ്ങനെ ഒന്നും കഴിച്ചില്ല. ഫ്ലൈറ്റിൽ അവർ കൊടുക്കുന്നുണ്ടായിരുന്നു, പക്ഷെ ഞാൻ കുറച്ച് കഴിഞ്ഞ് പറഞ്ഞ് ഞാൻ ഉറങ്ങി. പിന്നെ ഞാൻ അങ്ങനെ ചോദിക്കാൻ, എൻ്റെ അടുത്തിരിക്കുന്നതും ഇതേപോലെ ഫ്രഷായിട്ട് നാട്ടിലേക്ക് വരുന്നൊരു കുട്ടിയായിരുന്നു. അവൻ ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് വരുന്നത്. ആ കുട്ടിക്കും അങ്ങനെ ഒന്നും അറിയില്ല. ഞാനും ഇനി ഇതിന് പൈസയൊക്കെ കൊടുക്കേണ്ടി വരുമെന്ന് വെച്ചാൽ ഫ്ലൈറ്റിൽ നിന്നും വെള്ളം അങ്ങനെ ഒന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന റൂം കേട്ടോ. പെട്ടെന്നായതുകൊണ്ട് തന്നെ ചെറിയ റൂം എടുത്ത്. ഈ റൂമിന് തന്നെ നമ്മുടെ നാട്ടിലൊരു 45,000 രൂപയൊക്കെ മന്ത്ലി വാടക ഉണ്ട് കേട്ടോ. മാർച്ച് മാസത്തിലേട്ടൻ ഈ ഒരു റൂം എടുത്തിട്ട് വെറുതെ ഒരു മാസത്തെ വാടക കൊടുക്കേണ്ടി വന്നു. വീണ്ടും അവരോട് ഇനി ഏപ്രിലിൽ അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ വരുന്നുണ്ട് പറഞ്ഞിട്ട് ഒരു 2-3 തീയതി ടിക്കറ്റൊക്കെ കിട്ടിയപ്പോൾ വീണ്ടും അവരോട് പറഞ്ഞിട്ട് ഈ റൂം ഇവിടെ കാലിയായി കിടക്കായിരുന്നു. അപ്പോൾ അങ്ങനെ എടുത്തു. ഏട്ടൻ താമസിക്കുന്ന ഒരു ബാച്ചിലേഴ്സ് എല്ലാവരും കൂടി താമസിക്കുന്ന റൂമും അതിൻ്റെ അപ്പുറത്ത് തന്നെയാണ് കേട്ടോ. അപ്പം അങ്ങനെ അതെൻ്റെ അടുത്ത റൂം കിട്ടിയപ്പോൾ എടുത്തു. പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ചക്കയും മാങ്ങയും പെട്ടിയൊക്കെ പൊളിച്ചു. ചക്കയും മാങ്ങയുള്ളതുകൊണ്ട് തന്നെ കുറേ ഇതായി. പിന്നെ അതിലുള്ള കാരണം ബീഫും പത്തിരിയൊക്കെ ഞാൻ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ അത് ബീഫൊക്കെ ഒന്ന് ചൂടാക്കാനും അങ്ങനെയൊക്കെ എടുത്തിട്ട് പോയി. പിന്നെ ചെന്നപ്പോൾ തന്നെ എനിക്ക് ജ്യൂസും ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തിട്ട് അതൊക്കെ തന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ ആദ്യം വെള്ളം കുടിച്ചു. കാരണം ഞാൻ വെള്ളമേ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാനോട് അമ്മയും എല്ലാവരും എന്നോട് പറയണ്ടായിരുന്നു, ഏട്ടനും പറയണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം ചായ എന്തെങ്കിലും മേടിച്ച് കുടിക്കുക അങ്ങനെയൊക്കെ. പക്ഷെ നമ്മൾ ആ ഒരു ഒറ്റയ്ക്കുള്ള ഒരു ഇതുകൊണ്ട് എനിക്കൊന്നും വാങ്ങിക്കാനോ ഒന്നും തോന്നിയില്ല. വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ രാവിലെ നേരത്തെ അല്ലേ, അവിടുന്ന് 9:10 എന്നായിരുന്നു. എന്നാലും വിശപ്പും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല.
ഇവിടെ വന്നിട്ടാണ് കേട്ടോ ഞാൻ ജ്യൂസൊക്കെ കുടിച്ചത്. ഒരു ഫ്രൂട്ട്സ് നട്ട്സൊക്കെ ഇട്ടിട്ട് നല്ലൊരു ജ്യൂസ്, അടിപൊളി, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ഞാൻ ഖത്തറിലെത്തി. പിന്നെ ഞാൻ കൊടുന്ന ബീഫും പത്തിരിയൊക്കെ ഇവർ എല്ലാവരും കൂടി കഴിച്ചു. അത് കഴിഞ്ഞ് ഞാൻ നല്ലപോലെ ഒന്ന് റെസ്റ്റ് എടുത്തു. ഏട്ടൻ്റെ ജോലിക്ക് പോയി ഇന്നിവിടെ കൊടുന്നാക്കിയിട്ട് പിന്നെ രാത്രി ഏട്ടൻ വൈകുന്നേരത്തെ വന്നിട്ട് പറഞ്ഞു പുറത്ത് പോയിട്ട് നമുക്ക് സൂക്കിൽ ലുലു മാളിൽ പോവാം, വീട്ടിലേക്ക് ആവശ്യമുള്ള പാത്രങ്ങൾ, സ്റ്റവ് അങ്ങനെയൊക്കെ വാങ്ങിക്കാമെന്ന് പറഞ്ഞു. കാരണം ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. ആദ്യം ഏട്ടനൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ നിന്നപ്പോഴാണ് യുദ്ധവും കാര്യങ്ങളൊക്കെ തുടങ്ങിയത്. അതുകൊണ്ട് പിന്നെ സ്റ്റവൊക്കെ ഉണ്ട് ഏട്ടൻ അപ്പുറത്തെ റൂമിൽ. ഇനിയിപ്പോൾ അതൊക്കെ എടുത്തിട്ട് വന്നാൽ അവർക്കൊക്കെ ബുദ്ധിമുട്ടാവില്ലേ, നമുക്ക് വേറെ വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വേറെ സ്റ്റവൊക്കെ വാങ്ങിച്ചു. പിന്നെ വീട്ടിലേക്ക് വേണ്ട പച്ചക്കറി, ഫ്രൂട്ട്സ് സാധനങ്ങൾ, മീൻ ഒക്കെ വാങ്ങിക്കാൻ പോയി. ലുലു മാളിലാട്ടോ ഏട്ടൻ പോവുക. കുറച്ചെങ്കിലും ഒരു പൈസ കുറവുണ്ടെങ്കിൽ അവിടെ ഉള്ളൂ പറയും. ഇത് കണ്ടോ ഗൈസ്, വലിയൊരു തളയൻ, നമ്മളെ നാട്ടിലുള്ള തളയൻ, സിൽവർ കളർ വരുന്ന ആ ഒരു തളയൻ മീനാണിത്. അങ്ങനെ മീനും അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. അപ്പോഴേക്കും എനിക്ക് ഉറക്കം വന്നിട്ട് ഭയങ്കര ടയർഡായി ഞാൻ. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വന്നു കേട്ടോ. എന്നിട്ട് അങ്ങനെ ആ ഒരു ഖത്തറിലത്തെ ഫസ്റ്റ് ഡേ ഇങ്ങനെയായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ്. അടുത്ത ഒരുപാട് നല്ല അടിപൊളി വീഡിയോ ഇട്ട് വരാം കേട്ടോ. ഓക്കെ, ബൈ ബൈ.